എങ്ങനെയാണ്, ബാലൻസ്ഡ് മീൽ എങ്ങനെ ഇരിക്കും, അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പ്രശ്നത്തിലിരിക്കുന്നതാണോ നിങ്ങൾ? എന്നാൽ കം ലെറ്റ്സ് ചെക്ക് ഇൻ ടു ദിസ് വീഡിയോ വേർ നമ്മുടെ മൈൻഡിന്റെ റോളിനെ പറ്റി സംസാരിക്കുന്ന ഒരു സംഭവം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഫുഡ് ഒരു ന്യൂട്രീഷനെ കാണുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇറ്റ്സ് ഓൾസോ അബൌട്ട് അവർ മൈൻഡ്. ഐ ഓൾവേസ് വൗച്ച് ദാറ്റ് മൈൻഡ് ഇസ് എവറിത്തിങ്. നമ്മളെ ഒരു മനസ്സുറപ്പിച്ച ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ ലോകത്ത് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന സംഭവം ഇന്നിപ്പോ ബുധനാഴ്ച, അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ റെഡിയാവാം, ഇല്ലെങ്കിൽ അടുത്ത ന്യൂ ഇയർ തൊട്ട് ഞാൻ റെഡിയാവും, ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഇത്രയും ദിവസമല്ലേ, കുറച്ച് ദിവസം കഴിയട്ടെ, ഇല്ലെങ്കിൽ ട്രിപ്പ് പോയി വരട്ടെ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് നമ്മൾ. അത് നിങ്ങൾ മടിയായതുകൊണ്ടോ നിങ്ങൾക്ക് വിൽ പവർ ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ റിയാലിറ്റിനെക്കാട്ടിലും ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ മൈൻഡ് ശരിക്കും ആണ് നമ്മുടെ ബിഹേവിയറിന് ഒരു പരിധി വരെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ അറിവിനെക്കാട്ടിലും. നമുക്ക് മാക്രോസ് അറിയാം, കലോറി കൗണ്ട് ചെയ്യാൻ അറിയാം, എന്താണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എല്ലാം അറിയാം. പക്ഷെ നമ്മുടെ മനസ്സ് ഭാഗപ്പെടുത്തി എടുത്തിട്ടില്ലെങ്കിൽ ആ ഹാബിറ്റ്സ് ലാസ്റ്റ് ചെയ്യില്ല. ഒരു ഹാബിറ്റ് കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്സ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ഓക്കെ, സോ അടുത്ത നമുക്ക് നോക്കാം ശരിക്കും എന്താണ് നിങ്ങൾ ഓഫ് ട്രാക്ക് പോകുന്നതിന്റെ റീസൺ. നമ്മൾ എല്ലാവരും ഫുഡിനെ കാണുന്ന എന്താണ് ഇമോഷണൽ. നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മൾ ടയേർഡ് ആകുമ്പോൾ നമ്മൾ ജങ്ക് കഴിക്കുന്നു, നമ്മൾ ഓവർവെൽം, നമ്മൾ തല പുകഞ്ഞിരിക്കുമ്പോൾ അഗെയിൻ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഫുഡ് വേണം. നമ്മൾ സന്തോഷമായാലും നമുക്ക് ട്രീറ്റ് ഉണ്ട്. എന്തിനും ഏതിനും നമ്മൾ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് ബോഡിക്ക് വേണ്ടാത്ത രീതിയിലുള്ള ഫുഡിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവാണ് സംഭവം. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും, നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു ക്വിക്ക് റിലീഫ് ആണ് വേണ്ടുന്നത്, ഒരു ലോങ് ടേം റിസൾട്ട് നോക്കില്ല. എന്നാണ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിന് റിലീഫ് കിട്ടുന്നത്, അതിലേക്ക് നമ്മളെ മൈൻഡ് ബേസിക്കലി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരു ഹെൽത്തി മീൽ വേണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ പറയും വേണ്ടാന്നേ, നമുക്ക് വല്ല ഐസ്ക്രീമോ വല്ല ജങ്ക് ഫുഡോ എന്തെങ്കിലും അടിക്കാം, അതാണ് ഇപ്പൊ എനിക്ക് ആവശ്യമുള്ളത് എന്ന് തോന്നും. പക്ഷെ ഇത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ റിഗ്രറ്റ് ആൻഡ് ഗിൽട്ട് ആൻഡ് ഫീൽ എല്ലാം കൂടെ വരും. മോർ ദാൻ ദാറ്റ് ഈ ജങ്കും പ്രോസസ്ഡ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു സ്ലഗിഷ്നെസ്, ഒരു ക്ഷീണം, മടി, ബ്ലോട്ടിങ്, വയ്യായിക എല്ലാം ഇങ്ങനെ പോപ്പിനാകും. സോ ദാറ്റ് ഇസ് ദ തിങ്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ്, ഇതൊരു മടിയോ ഒന്നിന്റെ അല്ല, അതൊരു ഹ്യൂമൻ ബയോളജി അങ്ങനെയാണ്. ഇത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് നമുക്ക് ആ പവർ എടുക്കാൻ പറ്റും, അല്ലെ? അതിപ്പോ എന്ത് കാര്യത്തിൽ അങ്ങനെയാണ്. എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്, എന്താണ് അതിന്റെ ഒരു സംഭവം എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയാല് അഗെയിൻ നമ്മുടെ മൈൻഡ് അവിടെ വെക്കാണ്, ഞാനിത് റെഡിയാക്കും, ഈ പവർ ഞാൻ തിരിച്ചെടുക്കും, ഞാൻ എന്റെ ആരോഗ്യം നോക്കും എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾ വെച്ചാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ച് ആ കൺട്രോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ഓക്കെ, റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയതാണ്. ഇറ്റ്സ് അബൌട്ട് മൈൻഡ് ബോഡി കണക്ഷൻ. മൈൻഡ് ആൻഡ് ബോഡി തമ്മിൽ ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ ഉണ്ട്. നമ്മുടെ മൈൻഡ് ഭയങ്കര കെയോട്ടിക് ആണ്, ഭയങ്കര അലമ്പായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും നമ്മുടെ മൂഡിലെല്ലാം നമുക്കത് റിഫ്ലക്ട് ആവാൻ പറ്റും. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, സ്ട്രെസ് ഈറ്റിംഗ് ആൻഡ് ഇമോഷണൽ ഈറ്റിംഗ് അതെല്ലാം. പക്ഷെ നമ്മുടെ മൈൻഡ് കുറച്ച് കാം ആൻഡ് ക്ലിയർ ആണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത് എല്ലാം ഒരു ബാലൻസിലേക്കായിരിക്കും എത്തുക. അതുകൊണ്ടാണ് മൈൻഡ് സെറ്റും ന്യൂട്രീഷനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അവർ രണ്ടുപേരും ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, യു കെൻ സീ ദം ആസ് പാർട്ട്നേഴ്സ്. സിംഗിള് പോകേണ്ട ഒരു സംഭവമാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ മൈൻഡ് മോശമാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ഈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പകരം ഈറ്റിംഗ് ഹാബിറ്റ്സ് മോശമാണെങ്കിൽ നമ്മുടെ മൈൻഡും നന്നായിട്ടിരിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്കൊക്കെ ഇപ്പൊ ഒരു ഡയറ്റ് കിട്ടാനോ ഇല്ലെങ്കിൽ നമുക്കൊരു ഡയറ്റ് മനസ്സിലാക്കാനോ ഇന്ന ഫുഡാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ഈസി. പക്ഷെ അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. ഒരാൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് വരും. അവിടെയാണ് ഈ മൈൻഡ് സെറ്റിന്റെ റോളും ഒരു ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ആൻഡ് എവറിത്തിങ് എന്താണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു കോറിലേഷൻ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ മൈൻഡ് മോശമാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഹാബിറ്റ് എങ്ങനെയാണ്. നിങ്ങളുടെ മൈൻഡ് മൂഡൊക്കെ അടിപൊളിയാകുമ്പോൾ നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക്കലി ഓവറോൾ നിങ്ങളുടെ ഒരു എനർജി ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ ഇത് നിങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കുക. ദ മൈൻഡ് ബോഡി കണക്ഷൻ, ദാറ്റ് ഇസ് like the most important thing. So നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? ട്രെയിനിങ് യുവർ മൈൻഡ് ലൈക്ക് എ മസിൽ. നമ്മുടെ ബോഡീനെ, നമ്മുടെ മസിൽസിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം, അങ്ങനെ നമ്മുടെ മൈൻഡിനെയും ട്രെയിൻ ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ്? ത്രൂ കൺസിസ്റ്റൻസി. സോ അത് എങ്ങനെയാണ്? നമുക്ക് കുറച്ച് സ്റ്റെപ്സ് എന്താ നോക്കാം. ഫസ്റ്റ് തിങ്, അവയർനെസ് ബിഫോർ ആക്ഷൻ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ജങ്ക് ഓർ പ്രോസസ്ഡ് ഫുഡ് നിങ്ങളൊരു ഇമോഷണലിന്റെ പുറത്ത് നിങ്ങൾ കഴിക്കണം എന്ന് ക്രേവ് ചെയ്യുന്ന മൊമെന്റിൽ, സോ അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് യുവർ മൈൻഡ് ലൈക്ക് എ മസിൽ. നമ്മുടെ ബോഡീനെ നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യണേ അങ്ങനെ നമ്മുടെ മൈൻഡിനെയും ട്രെയിൻ ചെയ്യുക. അതെങ്ങനെയാണ്? ത്രൂ കൺസിസ്റ്റൻസി, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് എന്താണ്, ഇതിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതിന്റെ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം. നമ്പർ 1, അവയർനെസ് ബിഫോർ ആക്ഷൻ. യെസ്,
നിങ്ങൾ ഇപ്പോ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഒരു സ്ട്രെസ് ഈറ്റിംഗിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോ ഒരു ജങ്ക് ഓർ പ്രോസസ്ഡ് ഒരു ബർഗർ ലെറ്റ്സ് സേ കഴിക്കാൻ പോവാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചോദിക്കുക, ശരിക്കും എനിക്ക് എന്താണ് തോന്നുന്നത്, ശരിക്കും എനിക്ക് വിശപ്പ് ഉണ്ടായിട്ടാണോ ഞാൻ കഴിക്കുന്നത്, ഒരു ഇമോഷന്റെ പുറത്താണോ കഴിക്കുന്നത്? ആ ഒരു തിരിച്ചറിവ് വരുത്തുക എന്നുള്ളതാണ് നമ്പർ 1. നെക്സ്റ്റ് തിങ് ഇസ് റീഫ്രെയിം ഫെയിലിയർ. നിങ്ങൾ ഒരു ദിവസം മിസ് ചെയ്തു, ഇല്ലെങ്കിൽ ഒരു മീല് നിങ്ങൾ മോശമായിട്ട് കഴിച്ചു, അതിനെ നിങ്ങൾ വിലയിരുത്തേണ്ട, അയ്യോ എല്ലാം ഞാൻ റൂയിൻ ചെയ്തു, ഇനി ഞാൻ നിർത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നോ, നത്തിങ്. ജസ്റ്റ് ബൗൺസ് ബാക്ക് ചെയ്യുക, നെക്സ്റ്റ് ഡേ ഓർ നെക്സ്റ്റ് മീൽ അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളൊരു സംഭവം. നെക്സ്റ്റ് തിങ് സ്മോൾ വിൻസ് എവറി ഡേ. സി, നിങ്ങൾ എന്താ പറയാ കൺസിസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാണ്ട് നിങ്ങളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഈ കോൺഫിഡൻസ് ബിൽഡ് ആയാലോ then comes the discipline. ആൻഡ് ഡിസിപ്ലിൻ ബിൽഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. പിന്നെ ഒന്നിനെയും നിങ്ങൾക്ക് എന്താ പറയാ നത്തിങ് കൻ സ്റ്റോപ്പ് യു, വിൽ ജസ്റ്റ് ഗ്രൈൻഡ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ സ്പീക്ക് കൈൻഡ്ലി ടു യുവർസെൽഫ്. എന്തെങ്കിലും എന്താ പറയാ എപ്പോഴും നമ്മളോട് കൈൻഡായി സംസാരിക്കുക. ബിക്കോസ് വേറെ ആരും വന്ന് നിങ്ങളോട് നിങ്ങളുടെ മൈൻഡിലും നിങ്ങളുടെ ഇമോഷൻസിനോടും കൈൻഡായിട്ട് സംസാരിക്കില്ല. വേർഡ്സ് ദാറ്റ് യു സ്പീക്ക് ടു യുവർ സെൽഫ് മാറ്റർ എ ലോട്ട്. അപ്പോൾ എപ്പോഴും കൈൻഡായിട്ട് സംസാരിക്കുക. നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു മീലോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അതിനെ ഭയങ്കര എന്താ പറയാ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്ത് കുറ്റപ്പെടുത്തി ഒന്നും കാണണ്ട. ജസ്റ്റ് സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്, ജസ്റ്റ് ബൗൺസ് ബാക്ക് ആൻഡ് ജസ്റ്റ് build that consistency and discipline. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഒരിക്കൽ കൂടെ പറയാം, the shift that changes everything. See, നിങ്ങളൊരു ഡിന്നർ നിങ്ങൾ ഫുൾ ജങ്ക് ആൻഡ് പ്രോസസ്ഡ് ഒക്കെ നിങ്ങൾ കഴിച്ചു. ഓൾഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ, നേരത്തെ ചിന്താഗതിയിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഞാനെല്ലാം റൂയിൻ ചെയ്തു, ഇനിയിപ്പോ ഈ ഒരു സ്പൈറലിൽ പോട്ടെ, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ഇതാക്കും. പക്ഷെ നമ്മുടെ ന്യൂ മൈൻഡ് സെറ്റ് എന്താണ്? ഓക്കെ, ഞാൻ ഒരു നേരം ഞാൻ കഴിച്ചു പോട്ടെ, സാരല്ല, അടുത്ത മീലോട്ട് ഐ എം ഗോയിങ് ടു ബി ബെറ്റർ ആൻഡ് ഞാൻ പ്രോപ്പറായി കഴിക്കുന്നു, ഞാൻ പ്രോപ്പറായിട്ട് ഇതാക്കുന്നു എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾ വരുത്തുമ്പോൾ വരുന്ന ഒരു ചേഞ്ച് ആണ് അവിടെ. സോ എന്താണ് വ്യത്യാസം? ഒന്ന്, നമുക്കൊരു കുറ്റബോധം, ഒരു ഗിൽട്ട് അടുപ്പിക്കും. രണ്ടാമത്തത് ഒരു ഗ്രോത്ത് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ മൈൻഡ് സെറ്റിനെ എപ്പോഴും ഒരു ഫൗണ്ടേഷൻ ആക്കി വെക്കുക. കാരണം നമ്മുടെ മൈൻഡ് അലൈൻഡ് ആവുമ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് എല്ലാം എഫർട്ട്ലെസ് ആവും. സോ നമ്മുടെ സ്റ്റൊമക്കിലല്ല ആദ്യമേ വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ്സ് ഇൻ യുവർ തോട്ട്സ്. തോട്ട്സ് ഹാവ് ദാറ്റ് ഹ്യൂജ് ഇമ്മെൻസ് പവർ. സോ നന്നായി കഴിക്കുക, മൈൻഡിനെ നന്നായി വെക്കുക, നന്നായി പാകപ്പെടുത്തി എടുക്കുക. ഡോണ്ട് ഫർഗെറ്റ് ദ മൈൻഡ് ബോഡി കണക്ഷൻ. അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഗോൾ എന്താണോ അതിലേക്ക് എത്താൻ എന്തൊരു കാര്യത്തിലും ലൈഫിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് മൈ പവർ ഫാം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. Until then, it's by yourself, Dr. Sana Sainuddin signing off.